ഹലോ ഗായ്സ്, എൻ്റെ വരുമ്പോൾ സുഖങ്ങൾക്ക് നമ്മൾ മൈൻക്രാഫ്റ്റ് സീരീസിലെല്ലാവർക്കും സ്വാഗതം. അതുതന്നെ ഇന്ന് നമ്മൾ എന്തുണ്ടാക്കുന്ന വെച്ചാൽ അറിഞ്ഞൂടാ. ഞാൻ വേണമെങ്കിൽ ഉണ്ടല്ലോ ഒരു മിനിറ്റ്, ഫോണിൻ്റെ ബ്രൈറ്റ്നസ് കുറഞ്ഞിക്കണം. ഇന്ന് ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നോക്കാം. ബട്ട് ഞാനിന്ന് എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആലോചിക്കട്ടെ, ഒരു സിമെട്രി ഉണ്ടാക്കാൻ പോണ്. അതിന് നമ്മൾ സിമെൻറ്റ് ഉണ്ടാക്കാൻ പോണ്, ഒരു ശ്മശാനം, അത്രേ ഉള്ളൂ. നമുക്ക് ബിൽഡ് ചെയ്യാനുള്ള സാധനം ഒപ്പിക്കുക. ഇതാ പറഞ്ഞു ഒപ്പിക്കട്ടെ. ഒപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തൊപ്പിക്കണം എന്നൊന്നും എനിക്കറിയില്ല. ഞാനൊന്ന് നോക്കട്ടെ. ഇതൊന്നുമില്ല, ഇതൊരു ബോൺ മീലാണ്. ഇത് പിന്നെ പറയണ്ട, ഇതിലില്ല. ശ്മശാനം ഉണ്ടാക്കാനായിട്ട് സ്റ്റോൺ വേണ്ടി വരും. ഇനി ആന്തസൈറ്റ് ഡയറൈറ്റ് വേണ്ടി വരും. പിന്നെ കുറച്ച് സാൻഡ്, ഇത് പിന്നെ കുറച്ച് ഹെഡ് നോട്ടെ. സ്കെൽട്ടൻ ഹെഡ് മെയിൻ ഇടണം. പിന്നെ ഞാൻ നോക്കട്ടെ, എനിക്ക് മനസ്സിലായി എന്താ ചെയ്യേണ്ടതെന്ന്. ആദ്യം മറ്റേ എന്താ ചെസ്റ്റ് ഉണ്ടല്ലോ, അത് എടുക്കട്ടെ പുറത്തോട്ട്. കോബ്, എൻജൈൻറ്റ് ബുക്ക് വേണ്ട, ഓക്ക് പ്ലാങ്സ് വേണ്ട, റിക്കവറി കോമ്പസ് വേണ്ട, ക്രാഫ്റ്റിംഗ് ടേബിൾ വേണ്ട, സ്റ്റോൺ ബ്രിക്ക് വേണം. പിന്നെ കോബിൾ സ്റ്റോൺ വേണ്ടി വരും. പിന്നെ ടോർച്ച്, മെയിനായിട്ട് ടോർച്ച് വേണം. പിന്നെ അധികമൊന്നും വേണ്ട. റെഡ് സ്റ്റോൺ ഡസ്റ്റ് വേണം മറ്റേ ചോരുണ്ടാക്കാൻ. ഇത്രയും സാധനങ്ങൾ ഒപ്പിച്ച് അത് എവിടെ ഉണ്ടാക്കുന്ന വെച്ചാൽ ഇരിക്കാനുള്ള. ഞാൻ നോക്കട്ടെ. ഞാൻ ഇല്ലിട്ടില്ല. നമുക്കുണ്ടല്ലോടാ അത്. ഞാനങ്ങ് ആലോചിക്കട്ടെ. തിയറിറ്റിക്കലി നമുക്ക് ഈ ഇവിടെ ഉണ്ടാക്കിയാലോ, ഈ വില്ലേജിൻ്റെ അടുത്ത് തന്നെ. ഈ സ്ഥലം കൊള്ളാവൂടായി, ഏതാണ്ടൊക്കെ കൊള്ളാം. അതിവിടെ തന്നെ ഉണ്ടാക്കാം. ഇവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇവനെ ഇതാണ് ക്രീപ്പർ രാത്രി ഉണ്ടാക്കാൻ പറ്റില്ല, രാവിലെ ഉണ്ടാക്കാൻ. ആലോചിക്കോ ഇവിടെ മൊത്തം പ്രശ്നമുള്ള ഉണ്ടായെങ്കോലമേ നല്ലിരിക്കുന്നുണ്ട്. ഒന്നുമില്ല കൊണ്ട് വേറടിക്കട നീ അത്രോണം എൻ്റെ അടിക്ക് ചാവാൻ. ഞാനുണ്ടല്ലേ ഇവിടെ ഉണ്ടാക്കാം. ഞാൻ ആ സ്ഥലം ഒന്ന് റെഡിയാക്കട്ടെ. ഒന്നാല് ഞാൻ നാളെ കിടന്നുറങ്ങിയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി. കിടന്നുറങ്ങുമ്പോൾ എനിക്ക് ബാക്കി നിന്ന് ക്രീപ്പറും കൂടി തെറിക്കണം. ഫോണിലൊക്കെ നമുക്ക് നിരത്തി വെക്കൂടാ. ഇതുണ്ടാക്കേണ്ട സാധനങ്ങൾ എടുത്ത് കൈ പിടിക്കുക. ഈ ഫുഡിൻ്റെ ആവശ്യമുണ്ടോ? സോഡിൻ്റെ ആവശ്യമില്ല. സോഡ് ഇടുന്നുണ്ട്. അപ്പം അത്രേ ഉള്ളൂ, നമുക്ക് പണി തുടങ്ങാം. ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ സ്ഥലം. അത് നമുക്ക് ഈ ഭാഗത്ത് ഉണ്ടാക്കാം. അയൺ ഉണ്ടല്ലേ, യൂട്ടിലിറ്റി പിടി ഉണ്ടോ?
പക്ഷേ വീട് പറക്കേണ്ടി വരും. റോക്കറ്റോടെ പിന്നെ മറ്റേ അയൻ്റെ ഗ്രില്ലില്ലേ അടുത്തില്ല. ഞാൻ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. എൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഒരു സ്റ്റാക്ക് വേണ്ടി വരില്ല, 1.5 സ്റ്റാക്ക് വേണ്ടി വരില്ല. എന്നാലും ഞാൻ ഉണ്ടാക്കാം. നോക്കട്ടെ. അയൻ്റെ ഗ്രില്ല് എങ്ങനെ ഉണ്ടാക്കാമായിരുന്നു? അയൺ ഗ്രില്ലാണതോ? അതന്നെ ഉണ്ടാക്കിയ അതുകൊണ്ട് ഇത് മതിയാവും. അപ്പോൾ അത് അടുത്തട്ടെ. ഇതാണ് നമ്മുടെ സ്ഥലം. ഞാൻ 4 കിട്ടെ എവിടെ ഉണ്ടാക്കണം. ഇവിടെ സ്ഥലം ഗ്യാദർ ചെയ്യാൻ കുഴപ്പമില്ല. കുറച്ച് വലിയ സ്ഥലം വേണ്ടി വരും. മറ്റേ കോബിൾ സ്റ്റോണിൻ്റെ മേത്തിട്ട് ഉണ്ടാക്കാം. കോബിൾ സ്റ്റോൺ വേണോ? സ്റ്റാക്ക് കോബിൾ സ്റ്റോൺ ഇരിക്കട്ടെ. എന്നിട്ട് ഇവിടെ നിന്ന് തുടങ്ങാം. ഞാൻ വരക്കട്ടെ. ഇത് എടുക്കും. ഇത് വരക്കാൻ തന്നെ 2 മിനിറ്റ് എടുത്ത് ഞാനിത് വരച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഒരു അരമണിക്കൂർ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അരമണിക്കൂർ കുറച്ച് സമയമാണ്. ഒരു മണിക്കൂറൊക്കെ എടുത്താൽ പ്രശ്നമാണ്. എനിക്കെൻ്റെ പണിക്ക് വേണം. ഒരുപാട് നേരം മൊബൈൽ നോക്കുകയാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല. മനുഷ്യനാണെങ്കിൽ പഠിക്കാനുള്ളതെന്ന് പറയാം. ഇങ്ങനെ ഒരുപാട് നേരം മൊബൈൽ നോക്കുന്നാൽ മനുഷ്യൻ ചത്തും. ഇങ്ങനെ ഉണ്ടാക്കട്ടെ. എൻട്രൻസ് കുറച്ച് വടിയാകണം. ഇത്രയും ഉണ്ടാക്കിയാൽ പോരെ, ഇത്രയും വരച്ചാൽ പോരെ. ഒന്നാമത്തെ കാരണം ഇങ്ങനെ വരയ്ക്കുമ്പോൾ തന്നെ മെയിൻ പ്രശ്നമാണ്. കാരണം ഇങ്ങനെ വരയ്ക്കുമ്പോൾ തന്നെ ഒരുപാട് ബ്ലോക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫ്ലോർ ക്ലീൻ ചെയ്യണ്ടേ? അത് നമുക്ക് നാളെ ചെയ്യാം. ഇതുണ്ടാക്കാൻ ഒരുപാട് നേരത്തെ എന്നുള്ള കാര്യം വെച്ചാൽ ഇതിൻ്റെ ഫ്ലോർ കുറച്ച് അങ്ങോട്ടൊക്കെ നമ്മൾ ഇടുന്നു. ഇങ്ങോട്ട് 3 ബ്ലോക്ക് ഗ്യാപ്പ് ഇട്ടൊക്കെ മതിയില്ലേ? ഇനി നമുക്ക് ഗ്രിൽസൊക്കെ ഒരുപാട് വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടെ വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അതമ്മ അങ്ങനെ വെച്ച് വരുമ്പോഴത്തേനും ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ടാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെ ശരിയാവുന്നത്. അതല്ലെങ്കിൽ ഇതിങ്ങനെ സമയത്ത് ഇങ്ങനെ നമ്മൾ ബാക്കിലോട്ട് ഇങ്ങനെ വീഴും. സ്നീക്ക് ചെയ്ത് പോവാം. അങ്ങനെ വീഴാണ്ട് പോവാം. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ഭയങ്കര പ്രശ്നമാണ്. ഈ ഗേൾസിനെയും വേണ്ടി വരുമോ? ഇതിപ്പോൾ തന്നെ കഴിയാറായി. കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞു. ഇതിൻ്റെ മുകളിൽ ഓരോണി വെക്കണം. ഇനി ഫ്ലോറിൽ നിന്ന് ഗ്രൈൻഡ് ചെയ്താൽ പോരെ? ഇതൊക്കെ അങ്ങനെയല്ലേ? അല്ല. ഇനി ഫ്ലോർ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാലക്കട്ടെ. നമ്മുടെ സ്ഥലം ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത് കുഴപ്പമില്ല. നോക്കണ്ടല്ലോ, ഒരെണ്ണം വെക്കാം ബ്ലോക്ക്. നോക്കട്ടെ എന്താ നോക്കട്ടെ. ഇതൊരുപാട് സമയം എടുക്കും. ബ്ലോക്ക് വെച്ചാൽ വീഴായിരിക്കുമോ? കുഴപ്പമില്ല, ഞാൻ നോക്കട്ടെ. പറ്റില്ലടാ, ഇതൊരുപാട് സമയം എടുക്കും. ഈ ബ്ലോക്കും വെക്കാൻ നല്ലതല്ല. സമയം എന്ന് പറഞ്ഞാൽ എടുക്കാൻ സമയം എടുക്കും. ഇതുണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു 15 മിനിറ്റ് എടുത്ത്. ഈ സ്റ്റോണും ഈ ഫ്ലോറും ശവക്കല്ലറൊക്കെ ചെയ്യുമ്പോഴത്തേനും എന്തോ നേരം എടുക്കുന്നത് എനിക്കറിഞ്ഞൂടാ. അതുകൊണ്ടാണ് ഞാൻ നോക്കുന്നത്
വേഗം പണിയെടുക്കാനാണ് നോക്കുന്നത്. വേഗം പണിയെടുക്കാം. ഞാൻ ലൈഫ് ഫോർജ് ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പോകും. ഇപ്പോൾ ഞാൻ ഇത്ര സെറ്റാക്കി. ഡോക്ടറെ കുറിച്ച് ഈ മൊത്തത്തിൽ സ്റ്റോണും ബെയറോയിറ്റും ആൻഡ്രോയിറ്റും അതൊക്കെ വെച്ച് സെറ്റാക്കണം. ഡേർട്ടും സാൻഡൊക്കെ വെച്ച് വെക്കണം. അതൊരു വെച്ചിട്ട് ഇനി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഇത് നമ്മളിങ്ങനെ ഒരുപാട് വെച്ചുകൊണ്ടിരിക്കില്ല. സോംബീസ് ഇതാക്കിലടിക്കും. അതാണ് പ്രശ്നം. അവൻ്റെ സോഡില്ല. ഇതുകൊണ്ട് തന്നെ കൊല്ലേണ്ടി വരും. നേരം തൊട്ട് ചെയ്യാം. നേരം തൊട്ടുണ്ട് നമുക്ക് ചെയ്യാം. നമ്മുടെ സ്ഥലപ്പത്ത് ഇങ്ങനെയായിട്ടുണ്ട്. ഇനി കുറച്ച് സ്ലാബും സ്റ്റേഴ്സൊക്കെ വെച്ച് ഒരു സർക്കുലർ പോലെ സ്കെൽറ്റിൻ്റെ ഹെഡും സ്കെൽറ്റിനൊക്കെ വെച്ച് സെറ്റാക്കണം. നിങ്ങൾ ഞാൻ വീട്ടിൽ നാളെ വാ. നാളെ നമുക്ക് ചെയ്യാം. ടാറ്റാ ബൈ ബൈ.